ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ രാമായണ മാസമാണല്ലോ. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ഫസ്റ്റ് ടൈമാണ് രാമായണ പാരായണം വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് അമ്പലത്തിലേക്ക് പോകണം. അതിന് മുന്നേ നമുക്ക് കറി വെക്കാനുണ്ട്. അപ്പോൾ നമ്മളിന്ന് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ സാമ്പാർ വെക്കണം, എന്നിട്ട് പിന്നെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമുക്ക് അമ്പലത്തിലേക്ക് പോകണം. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ഇനി തുടർന്ന് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാർ വെക്കാൻ പോവാണ് കേട്ടോ. ഇതിനിപ്പോൾ സാമ്പാറിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് വെള്ളരിക്ക, മത്തങ്ങ, ചേന, മുരിങ്ങക്കായ, തക്കാളി, സവോള, പിന്നെ വെണ്ടയ്ക്ക നമ്മൾ സെപ്പറേറ്റ് വഴറ്റിയിട്ടിട്ടാണ് ചെയ്യുക. ഈ ബാക്കിയുള്ള കഷ്ണങ്ങളും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പുളിവെള്ളവും പാടെ നമ്മൾ കുക്കറിലിട്ടിട്ട് കുക്കറിലിട്ടിട്ട് വേവിക്കും. ഒരു 3 വിസിലൊക്കെ നമ്മൾ അടിക്കാറുണ്ട്. 3 വിസിലടിച്ചിട്ട് കഷ്ണങ്ങൾ ഇവിടെ വീട്ടിലെല്ലാവർക്കും കുറച്ച് ഉടഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അല്ലാണ്ടുള്ളത് ഇവിടെ ആർക്കും അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിക്കാണ് വെക്കാറുള്ളത് ഇപ്പോൾ സാമ്പാർ. അപ്പോൾ നമ്മൾ കുക്കർ ഗ്യാസിൽ വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അരപ്പുണ്ടാക്കണം സാമ്പാറിനുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ തേങ്ങ എല്ലാം ചിരവി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സ്റ്റൗ കത്തിക്കാൻ നോക്കിയപ്പോൾ അത് കത്തുണ്ടായിരുന്നില്ല. അച്ഛനെ വിളിച്ച് നോക്കിച്ചപ്പം അതിൻ്റെ എന്താ അടഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അച്ഛൻ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും ഇതിലുണ്ടല്ലോ, ഇതൊന്നെടുത്ത് ആ കുക്കർ ഇറക്കി വെച്ചിട്ട് ബാക്കിയുള്ള അതിൽ ചെയ്യുന്നിട്ട് കുക്കർ ഇതാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കുക്കറെല്ലാം ഇറക്കി വെച്ചിട്ടോ. എന്നിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ സാമ്പാറിനുള്ള അരപ്പാനായിട്ട് ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വെണ്ടയ്ക്കെല്ലാം വറുത്തത്. പിന്നെ ഇത് രണ്ടും ആയതിനു ശേഷം നമ്മൾ വീണ്ടും കുക്കർ എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ട് പിന്നെ 3 വിസിൽ അടുപ്പിച്ചു. എന്നിട്ട് കഷ്ണങ്ങളൊക്കെ വെന്തോ നോക്കി. അപ്പം നമ്മുടെ ഒരു പാകത്തിനായിട്ടുണ്ട്. എന്നാലും ചേന കുറച്ചും കൂടെ ഉടയണം തോന്നി. പിന്നെ നമ്മൾ അതിൽ അരപ്പെല്ലാം ഒഴിച്ച് പിന്നെ കടുകെല്ലാം വറുത്തിട്ട് പിന്നെ ഞാൻ കുളിക്കാൻ പോയി. കുളിച്ച് നേരെ അമ്പലത്തേക്ക് പോകണ ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ അമ്പലത്തിലെത്തുമ്പോഴേക്കും അവിടെ വായനയ്ക്ക് വന്ന ആൾക്കാരൊക്കെ പോയിട്ടോ. നല്ല മഴയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റ് ആവുകയും ചെയ്തു. പിന്നെ കറിയെല്ലാം വരുമ്പോഴത്തേനൊരു സമയമായി. നമ്മളിവിടുന്ന് 10 മണിക്കെങ്ങാണ്ടാണ് ഇറങ്ങിയത്. അതിന് മുന്നേ വായനയെല്ലാം കഴിഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തു. പിന്നെ നമ്മളവിടെ പോയി തൊഴുതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കഞ്ഞി കൊടുക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ഫസ്റ്റത്തെ ട്രിപ്പ് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഹായ് ഗൈസ്, നമ്മളിന്ന് നമ്മുടെ അമ്പലത്തിലെ കർക്കിടക കഞ്ഞി കുടിക്കാൻ വന്നത്. നമുക്ക് കുറേ വിഭവങ്ങളൊക്കെ ഉണ്ട്. കടല, ചമ്മന്തി, അച്ചാറ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമുക്ക് പായസം തന്നു. ചൂടായതുകൊണ്ട് ആ കഞ്ഞി കുടിച്ച കുമ്പിളിൽ തന്നെ ഞാൻ ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട്. നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ, നിങ്ങൾ സേഫ് ആണോ എന്നൊക്കെ കമൻറ്റ് ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മഴ കിട്ടും. നമ്മൾ അമ്പലത്തിൽ തന്നെ പെട്ടു. നല്ല മഴയാണ്, നമ്മളിവിടെ പെട്ടുപോയി. അമ്പലത്തിൽ തന്നെയാണ്, ഇപ്പോഴും വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.